ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് കർക്കിടകം രാശിക്ക് 2025 എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഈ വർഷം എന്തൊക്കെ ഫലം പ്രദാനം ചെയ്യും. ഇപ്പോൾ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഗ്രഹങ്ങൾ വരികയോ പോവുകയോ ചെയ്യും. അതൊന്നും നമുക്ക് ഒരു പ്രശ്നം അല്ല. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ജീവിക്കേണ്ടതും നമ്മുടെ ചിന്താഗതികളെ ഒക്കെ മാറ്റേണ്ടതും ഒക്കെ നമ്മൾ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും സ്വന്തം ജാതകത്തിൽ എന്തൊക്കെ ഗ്രഹങ്ങളാണ് ഇപ്പോൾ ദശ നടത്തുന്നത്, ശനിയാണോ കേതുവാണോ രാഹുവാണോ, ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാത് ഗ്രഹങ്ങൾ ഇപ്പോൾ സഞ്ചാരം നടത്തുന്നതോ അതിന്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കണം. യഥാർത്ഥത്തിൽ ഈ രാശി മാറ്റങ്ങളൊക്കെ തന്നെ നമുക്ക് എപ്പോഴും പൂർണ്ണമായ ഫലം തരുക ഒരു 80% ആൾക്കാർക്കും നന്മ ഒരിക്കലും തന്നെ ചെയ്യില്ല. 20% ഉള്ള ആൾക്കാർക്ക് കിട്ടിയാൽ കിട്ടി എന്ന് മാത്രം തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു രാശി മാറ്റങ്ങളുടെ അവരുടേത് പോസിറ്റീവ് മൈൻഡാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഗ്രഹം നടക്കുമ്പോൾ ഇന്നത് നിങ്ങൾക്ക് സംഭവിക്കും, ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് നിധി കിട്ടും, ഇങ്ങനെയുള്ള കാര്യം കിട്ടുമെന്നൊക്കെ അത് പറയുന്നു. പക്ഷെ അതൊക്കെ ഒരു 80% ആൾക്കാർക്ക് കിട്ടില്ല. അവർക്കിത് കാണാം, കേൾക്കാം, രസിക്കാം, ഒരു മനസ്സിനൊരു സന്തോഷം, ഇത്ര തന്നെ എന്ന് ചൊന്ന് ചിന്തിക്കാം. അത്ര മാത്രമേ ഉള്ളൂ ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്വന്തം അനുഭവങ്ങൾ തന്നെയാണല്ലോ മറ്റുള്ളവർക്ക് പാഠമാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കണം. നമുക്ക് നടക്കുന്ന ദശ എന്താണോ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. എന്തായാലും ഭൂമിയിൽ ജനിച്ചുപോയി, ഇനി ജീവിച്ചല്ലേ മതിയാകൂ. വല്ലതും വാങ്ങിച്ച് കഴിക്കാന്ന് വെച്ചാൽ അതിനുള്ള കാശും കിട്ടൂല എന്നുള്ള കാര്യമാണ്. അപ്പൊ കുടുംബത്തെ ഓർക്കേണ്ടി വരും. മറ്റു പല കാര്യങ്ങളും കുടുംബത്തെ ഓർത്ത് കുടുംബത്തിലുള്ളവരെയും കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അതിനവർ സമ്മതിക്കില്ല. അതായത് വാൽമീകി എന്ന ആ ഒരു മഹർഷി 50 മാനിനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഇറച്ചി വെച്ചുകൊണ്ട് കൊടുക്കും. ഇറച്ചി കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഭാര്യയോട് ഇതിന്റെ പാപം നീ ഏൽക്കുമോ? ഞാനൊന്നും ഏൽക്കില്ല, നിങ്ങൾ ചെയ്ത പാപം നിങ്ങൾ ഏറ്റാ മതി എന്നുള്ള രീതിക്കായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർ നമുക്ക് പറയുന്നത്. ചുമക്കാനുള്ളവർ ചുമക്കുക, എന്നും ചുമക്കുക, തിന്നാനുള്ളവർ എന്നും തിന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ പ്രഭാവം. അത് സുഹൃത്തുക്കളായാലും നമ്മുടെ ഒപ്പമുള്ളവരാണെങ്കിലും കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി, വിവാഹം കഴിഞ്ഞു പോയാലും അങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേർക്കും തുല്യമായ ഫലം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ രാശികളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കേട്ട് ചിരിക്കുക എന്നും വേണ്ട, കാര്യം ഉള്ളതുപോലെ പറയണമെന്നാണ്. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശുക്രന്റെ രാശി മാറ്റം നടക്കുന്നുണ്ട്. അതുപോലെ 5-ാം തീയതി കഴിയുമ്പോൾ ഈ ഇതുപോലെ നമ്മൾ ഗുരുവിന്റെ മാറ്റം വരുന്നുണ്ട് 5-ാം തീയതിക്ക് ശേഷം. അത് കഴിഞ്ഞ് മാർച്ച് 29-ാം തീയതി ശനിയുടെ മാറ്റം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മെയ് മാസത്തോടെയൊക്കെ ആകുമ്പോൾ രാഹു കേതുവിന്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും മാറിക്കോട്ടെ, എല്ലായിടത്തും പോയിക്കോട്ടെ, നമുക്കെന്താ കാര്യം? എവിടെ മാറിയാലും മാറിയില്ലെങ്കിലും നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് പണം ലഭിക്കുക. പണ്ട് ഒരു ചൊല്ലുണ്ട്, കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോരന്റെ കയ്യിൽ കുമ്പിള് ഇങ്ങനെ കൈ നീട്ടി കഞ്ഞിക്കായിട്ട് കൈ നീട്ടുമ്പോൾ തിളച്ച കഞ്ഞി കോരി കയ്യിൽ ഒഴിച്ചു കൊടുക്കും. അയാളെ കയ്യും വെന്ത് ജോലി ചെയ്യാൻ പറ്റാതെ പട്ടിണി കിടക്കുമ്പോൾ ജോലിക്ക് വരൂല. പിന്നെ അയാളെ വീട്ടിൽ കയറി നിരക്കാന്നുള്ള രീതിക്കാണ് പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു ചിന്താഗതി. തിളച്ച കഞ്ഞി കോരി കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മള് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് കോരി അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് എടുത്തു വെച്ച് വലിയ ഭാരങ്ങളായിരിക്കും. നീ ചുമന്നോ എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് തരുന്നത്. അത് പിന്നെ നമ്മൾ നീട്ടിയും പോയി, കയ്യിൽ കിട്ടിയും പോയി, അതും ചുമക്കാനല്ലാതെ എടുത്ത് കളയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയി പോകും നമ്മുടെ ജീവിതം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ 2025 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കർക്കിടകൻ രാശിയിലെ പുണർതം, പൂയം, ആയില്യം, പുണർതം നക്ഷത്രക്കാരൊക്കെ ശ്രീരാമന്റെ രാശി ആയതുകൊണ്ട് തന്നെ പുണർതം നക്ഷത്രത്തിന് രാമന്റേതായ ആ ഒരു പ്രഭാവം ഉണ്ടാവും. കാരണം എന്തൊക്കെ നന്മകൾ ചെയ്താലും അയാൾ കാട്ടിൽ തന്നെ എന്ന് പറഞ്ഞ ആളൊക്കെ ഒരു ഇത് കാണും. പക്ഷെ ആ കാലത്ത് രാമന്റെ ഒപ്പം ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള പുണർതംകാരന്മാർ നടന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കണം, ഭ്രാന്തനായി നടക്കും. അതാണ് കാലം. അതുപോലെ പൂയ നക്ഷത്രക്കാരികളെ കാണാനൊക്കെ ഭയങ്കര സൗന്ദര്യവും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ കുടുംബപരമായ ഒരു ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ണീരും കൈയുമായിരിക്കും. എന്നാലും പുറത്തൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രസൻസ് ഒക്കെ അവർക്കുണ്ടാവും. നല്ലൊരു സന്തോഷകരമായ ഒരു പ്രസൻസ് ഒക്കെ തന്നെയായിരിക്കും മറ്റുള്ളവരോടൊക്കെ ഇടപഴകുമ്പോഴൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂയ നക്ഷത്രത്തിലുണ്ട്. ആയില്യം നക്ഷത്രം എന്ന് വെച്ചാൽ പാമ്പിന്റെ സ്വഭാവമാണ്. അത് എപ്പോഴും രണ്ട് വിഭാഗത്തിൽ ചിന്തിക്കും. ചിലപ്പോൾ നമുക്ക് അനുകൂലമായ രീതിക്ക് പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ സന്തോഷമായിട്ട് തലയാട്ടിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് വാ തുറന്ന് കടിക്കുന്ന രീതിക്ക് നിൽക്കും. ഇത് ആയില്യത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ ആയില്യം എന്ന് വെച്ചാൽ ഇവർ എപ്പോഴും നൃത്തവും സംബന്ധം അല്ലെങ്കിൽ കലാസംബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമാ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ആൾക്കാരായിരിക്കും. പഠിത്തം സംബന്ധപ്പെട്ടാണ് ബികോം ഒക്കെ പഠിക്കുന്ന ഒരു ചില സാഹചര്യങ്ങളുണ്ട്. LLB ഒക്കെ എടുക്കുന്ന സാഹചര്യമാണ്. പക്ഷെ നാക്ക്
അത്രത്തോളം രണ്ട് വിധത്തിലുള്ള നാക്കാണല്ലോ സർപ്പത്തിനുള്ളത്. നാക്ക് പുറത്തോട്ടിട്ട് കഴിഞ്ഞാൽ രണ്ട് വിധത്തിൽ രണ്ട് വഴിക്ക് പോകും. അതാണ് സർപ്പം. ഇവരുടെ ആയില്യത്തിന്റെ നാക്കും അതുപോലെ തന്നെയാണ്. രണ്ട് വിധത്തിൽ ചിന്തിക്കും. അതായത് ഒരിടത്ത് നന്മ പറയണമെന്ന് ചിന്തിക്കും, മറ്റൊരിടത്ത് മോശം പറയണമെന്ന് ചിന്തിക്കും. അപ്പോൾ ഈ മോശം പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും, ഒന്നും അറിയാത്തവണ്ണം നിൽക്കുകയും ചെയ്യും. അത് ആയില്യം. അത് വീട്ടിലാണെങ്കിലും പറയും, നാട്ടിലാണെങ്കിലും പറയേണ്ടടുത്ത് എന്തായാലും പറയാനുള്ളത് പറയും. അത് ആയില്യം അത് ചെയ്തിരിക്കും. കാരണം വെച്ചാൽ ആർക്കും അടിമപ്പെട്ടിരിക്കാനുള്ള മനോഭാവം ഒന്നും അവർക്കില്ല. ഈ കർക്കിടക രാശിക്കാർക്ക് അങ്ങനെ തന്നെയാണ്. ആരുടെയും അടിമത്വം സ്വീകരിക്കാൻ കാല് പിടിച്ച് എന്തെങ്കിലും നേടണമെന്ന് വെച്ചാൽ അതൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കാനൊന്നും പോവില്ല. കിട്ടിയാൽ കിട്ടട്ടെ, പേപ്പർ എന്തായാലും കൊടുക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന ചിന്താഗതി തന്നെയാണ്. ജോലിയാണെങ്കിലും ശരി, പോയി നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു മനോഭാവമൊക്കെ നിങ്ങൾ ഇത്തവണ ഒഴിവാക്കണം. കാര്യം 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാശികളൊക്കെ മാറി ഇങ്ങനെയൊക്കെ വരുന്ന ഈ സാഹചര്യത്തെ രാശി നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ രാശിയെ നമ്മൾ പറ്റിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ വഴികളിലും നിങ്ങൾക്ക് വിജയമുണ്ട്. ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഒരു സഹായഹസ്തവുമായൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലിടങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് സഹായഹസ്തം നീട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ ചില ഇടങ്ങളിൽ മാറിപ്പോകണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു കസേര നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രിഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് താല്പര്യമില്ല, അങ്ങനെയൊന്നും പറയരുത്. കയറിയിരിക്കാനുള്ള ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ സൃഷ്ടിക്കണം. കാരണം നിങ്ങൾക്ക് ആ ഒരു മനോഭാവം, വിജയിക്കാനുള്ള ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ വിജയിക്കാനൊക്കെ പറ്റും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പഠിച്ചു മുന്നേറുവാനുള്ള ഒരു സമയം കൂടിയാണ് 2025 എന്ന് പറയുന്നത്. ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ മറ്റു പല രീതിയിൽ കുടുംബപരമായ രീതിയിൽ വിവാഹമൊക്കെ നടക്കാതെ ഇരുന്നവർക്ക് വിവാഹമൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. പണം എങ്ങനെ വന്നു ചേരുമെന്ന് ചോദിച്ചാൽ വരും. ആരെങ്കിലും വഴി, ഒരു സുഹൃത്ത് വഴിയൊക്കെ നിങ്ങൾക്ക് ഒരു സഹായഹസ്തമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ചെക്ക് സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും കയ്യൊപ്പിട്ട് കൊടുത്ത് പ്രശ്നങ്ങളിലൊന്നും പോയി ചാടി കൊടുക്കരുത്. കാരണം എന്തുണ്ടെങ്കിലും വായിച്ച് മനസ്സിലാക്കി വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യണം. അതുപോലെ തന്നെ ജാമ്യ വ്യവസ്ഥയിൽ രണ്ടുപേർ ചേർന്നെടുക്കുന്ന ലോണുകളൊന്നും പോയി എടുക്കുവാൻ പാടുള്ളതല്ല. വ്യക്തിപരമായ രീതിയിൽ ബാങ്കുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിച്ച് ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അധ്വാന മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഈ വർഷം അധ്വാനത്തിന്റെ ഭാരം കൂടുന്ന ഒരു സമയം തന്നെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്രഭാവ ഫലങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന സമയം തന്നെയാണ്. അതുപോലെ നിങ്ങൾ അസമയങ്ങളിലുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കണം. കാരണം അതൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുപോലെ കഠിനമായി അധ്വാനിച്ചാൽ, അതായത് 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു 12 മണിക്കൂർ ജോലി ചെയ്താലേ കുറച്ചുകൂടെ പണം ലഭിക്കില്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനത്തിന് അത് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് സ്ഥിരമായ ഒരു ശൈലിയാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആശുപത്രിയിൽ കയറി കിടക്കേണ്ടതായിട്ട് വരും. സമ്പാദിച്ച പണമൊക്കെയും അതിന്റെ ഇരട്ടിയും ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അതുപോലെ കുടുംബപരമായ രീതിയിലൊക്കെയും ഹോസ്പിറ്റൽ ചിലവൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കരുതൽ ധനം എപ്പോഴും വേണം. ഈ വർഷം അധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ തൊഴിൽപരമായ ഇടങ്ങളിൽ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ പല വിധത്തിലും നിങ്ങൾക്ക് മുന്നേറ്റമുള്ള ഒരു വർഷം തന്നെയാണ്. ഉള്ള വർഷം എന്ന് പറയാൻ പറ്റില്ല. നമ്മളായിട്ട് പ്രയത്നിക്കുന്നു, അതിൻ്റെതായ ഫലം നമുക്ക് ലഭിക്കുന്നു. ആ ഒരു റൂട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തന്നത്. വഴിയൊന്നും അടഞ്ഞിട്ടില്ല, വഴികളൊക്കെ ഓപ്പൺ തന്നെയാണ്. അപ്പോൾ എൻട്രി ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ലുലു മാളൊക്കെ തുറന്ന സമയത്ത് അവിടെ ക്യൂ നിന്ന് ഒരുപാട് പേര് ആപ്ലിക്കേഷനെ കൊടുത്ത് ജോലിക്കൊക്കെ കയറുന്നത്. അതിൽ തന്നെ ഒരു 80 വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യനും അവിടെ കൊണ്ടുപോയി ആപ്ലിക്കേഷനെ കൊടുത്തു. കാരണം അദ്ദേഹവും പറയുന്നത് അത് തന്നെയാണ്. കാരണം ഞാൻ എന്തായാലും കൊടുത്തു നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ, വയസ്സിന്റെ കാര്യം പരിഗണിച്ചില്ലെങ്കിൽ കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിയാണ്. അപ്പോൾ ആ ഒരു മനോഭാവം, ആ ഒരു മനുഷ്യന്റെ മനോഭാവം നമ്മളിലേക്ക് എപ്പോഴും വേണം. അത് എല്ലാവരോടും ഞാൻ പറയാണ്, ആ ഒരു മനുഷ്യന്റെ മനോഭാവം. അതായത് നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തത് എന്ന് വരരുത്. അന്ന് അദ്ദേഹം അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അതിൻ്റെതായ MD ഒക്കെ വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായ സാഹചര്യം ഉണ്ടായി. നല്ല രീതിയിൽ ഈ വയസ്സിലും നിങ്ങൾ ഇവിടെ വന്നല്ലോ എന്ന ഒരു മനോഭാവം അവരിലേക്ക് ഉണ്ടാവുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കും അതേ ഒരു മനോഭാവം വരണമെന്ന് തന്നെയാണ് പറയുന്നത്. ഗ്രഹങ്ങൾ വരും പോകും എല്ലാം ചെയ്യും. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും തന്നെ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ അതിൻ്റെതായ രീതിക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിംസ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ തന്നെ ഈ ഗ്രഹങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ആ ആഗ്രഹങ്ങൾ അവർ മുന്നിൽ നിർത്തി പോകുന്നത് കൊണ്ട് തന്നെയാണ് അവരിൽ പലർക്കും വിജയിക്കുവാനുമൊക്കെ കഴിയുന്നു എന്നുള്ളതും കൂടി സത്യമായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഹിന്ദുക്കളൊക്കെ തന്നെയാണ് ഈ ഗ്രഹങ്ങൾ, ശനി അവിടെ ചിന്തിച്ചിരിക്കുന്നു, ശനി ഇപ്പുറത്ത് വന്നിരിക്കുന്നു, ചന്ദ്രൻ തെങ്ങിന്റെ മണ്ടയിൽ ഇരിക്കുന്നു, അവിടെ കേതു വന്നിട്ട് അപ്പുറത്തെ മതിലിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ തന്നെയാണ് ഭ്രാന്താവുന്നത്.
ഒടുവിൽ ഇത്തരം കാര്യങ്ങളിൽ ചിന്തിച്ച് നടക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിനെ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു കാര്യം. അപ്പോൾ ഗ്രഹങ്ങളും ഇതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഒരു സയൻസ് ആണ് ഈ ഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ സയൻസിലൂടെ തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നതും. ആ സയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും കഴിയില്ല എന്നാണ്. അതുപോലെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി ഇവയില്ലെങ്കിലും തന്നെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. കാര്യം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തേക്ക് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിക്കുക തന്നെ. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കടബാധ്യതകളൊന്നും ഇല്ലാത്ത രീതിക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ ചിലവുകൾ കുറയ്ക്കുക. അതുപോലെ തന്നെ ആഡംബരമായ ചിന്താഗതികളിൽ പോയി വലിയ ഒരല്പം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം നല്ല രീതിയിൽ ധനം വന്നു എന്ന് കരുതിയിട്ട് 2 ലക്ഷം രൂപയ്ക്ക് പോയി ഒരു 10,000 രൂപ ശമ്പളം ഉള്ള ഒരു വ്യക്തി 2 ലക്ഷത്തിന്റെ കടബാധ്യതകളിലേക്ക് പോയി ചാടിക്കഴിഞ്ഞാൽ 3-ാമത്തെ മാസം തൊട്ട് ആ പൈസയൊന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. 90% പേർക്കും ഈ പറഞ്ഞ ഫലം ഉണ്ടായിരിക്കും. കാരണം ഒന്ന് കണ്ടിട്ടായിരിക്കും ഒന്ന് ചെയ്യുന്നത്. പക്ഷെ ആ രണ്ടാമത് കാണുകയേ ഉള്ളൂ, അതിനിടയ്ക്ക് ചെന്ന് ചാടി കൊടുക്കും, ഇവിടുത്തെ കാര്യം ബ്ലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ചിന്താഗതി മനസ്സിലാക്കി നിങ്ങൾ ധൈര്യപൂർവ്വം ജീവിക്കുവാനായിട്ട് പ്രാപ്തമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകുക. സേവിങ്സ് ആയിട്ട് തന്നെ ശേഖരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ജീവിതം കർക്കടകം രാശിക്ക് വളരെ നല്ല ഫലം ചെയ്യും. കാരണം ഈ കർക്കടകം ഈ സമയത്താണ് നമ്മളൊക്കെ ഈ ബലികർമ്മങ്ങളൊക്കെ, പിതൃക്കൾക്കൊക്കെ ബലികർമ്മങ്ങളൊക്കെ അർപ്പിക്കുന്ന ആ ഒരു കർക്കടക വാവ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ മുന്നോറുകളെ, അതായത് നമ്മുടെ പൂർവികരായിട്ടുള്ളവരെ സ്മരിച്ചുകൊണ്ട് വേണം ഈ കർക്കടകം രാശിക്കാർ എപ്പോഴും ഒരു കാര്യം ചെയ്യുവാനായിട്ട് എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്.